അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള പല പ്രതിനിധികളുടെയും പേര് വെട്ടിമാറ്റിയാണ് വേണുവിന് സംസാരിക്കാൻ അവസരം നൽകിയതെന്നും ടോം ചൂണ്ടിക്കാട്ടി. അഭയ കേസിലെ നാർക്കോ പരിശോധനാ സീഡികൾ അഭിഭാഷക സമിതിയുടെ സാന്നിധ്യത്തിൽ CBI പരിശോധിക്കും. ഇതിനായി സീഡികൾ CBIക്ക് കൈമാറി. എറണാകുളം CJM കോടതിയാണ് CBIക്ക് കൈമാറിയത്. വാഗമണ്ണിൽ സിമി ക്യാമ്പ് നടന്ന സ്ഥലത്തുനിന്ന് ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ സിമി പ്രവർത്തകൻ അമൽ പർവേഷാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ബോംബ് നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ പോലീസിന് കാട്ടിക്കൊടുത്തത്. പാറകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അമൽ പർവേഷ് താമസിച്ചിരുന്ന ലോഡ്ജിലും ഹോട്ടലിലും തെളിവെടുപ്പ് തുടരുകയാണ്. അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി റിച്ചാർഡ് മോൾബ്രോ പാകിസ്ഥാൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തി. മേഖലയിലെ പ്രശ്നങ്ങൾ, പാക് അഫ്ഗാൻ അതിർത്തിയിലെ തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങളുമായി ചർച്ച നടത്തി. വോയിസ് ഓഫ് എമിറേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങളുമായി ദിയ. മാറാട് കൂട്ടക്കൊല കേസിൽ CBI അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസിനാസ്പദമായ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞതായും അതിനാൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും ഉത്തരവിൽ പറയുന്നു. 69 പ്രതികളെ ശിക്ഷിച്ച സാഹചര്യത്തിൽ ഇനിയൊരു അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കലാപം നടന്ന് 6 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം യുക്തിഭദ്രമല്ലെന്ന് കോടതി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ടെൻഡർ നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സൂം ഡെവലപ്പേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി ടെൻഡർ നടപടികൾ 15 ദിവസത്തിനകം പുനരാരംഭിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ടെൻഡർ നടപടികളിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ സൂം ഡെവലപ്പേഴ്സ് നൽകിയ ഹർജിയിലാണ് കരാർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇത് ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് IT മേഖലയിൽ 5 വർഷത്തിനകം 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. കൊല്ലം കുണ്ടറയിൽ ആരംഭിക്കുന്ന ടെക്നോ പാർക്കിന് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ അനുബന്ധ സ്ഥാപനമായാണ് കൊല്ലത്ത് പാർക്ക് സ്ഥാപിക്കുന്നത്. 2ാം ഘട്ടത്തിനായി 160 ഏക്കർ ഭൂമി ഏറ്റെടുക്കുമെന്നും